ബിഗ് ബോസ് എല്ലാ മത്സരാർത്ഥികളോടും ലിവിങ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നു. എന്നിട്ട് ബിഗ് ബോസ് നൂറയോട് ചോദിക്കുകയാണ്, എല്ലാവർക്കും ജോലി ചെയ്തതിന് കൂലി കൊടുത്തോ, എത്ര ഗോൾഡ് കോയിൻ കൊടുത്ത്, എത്ര ബ്ലാക്ക് കോയിൻ കൊടുത്ത്, ബാക്കി എത്രയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം നൂറ പറയാണ്, ഗോൾഡ് കോയിൻ ഞാൻ എല്ലാവർക്കും ഓരോന്ന് കൊടുത്ത്, ബ്ലാക്ക് കോയിൻ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ ബിഗ് ബോസ് പറയുന്നത്, കുറച്ച് സമയം കൂടെ തരാം, ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ ബാക്കി വരുന്നത് സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കാൻ പറയുകയാണ്. അപ്പം നൂറ കുറച്ച് നേരം ആലോചിക്കുന്നു. അപ്പം റെന ഫാത്തിമ പറയുന്നുണ്ട്, അത് പിന്നെ അക്ബറിന് കൊടുക്ക്, കാരണം ബ്ലാക്ക് കോയിൻ കൊടുക്ക്, ഇത് ടാസ്കിൻ്റെ ഭാഗമാണ്, അപ്പോൾ വേറൊന്നും നോക്കരുതെന്ന് പറയുന്നു. പക്ഷേ നൂറ കൊടുക്കാൻ തയ്യാറായില്ല. ഗോൾഡ് കോയിൻ കൊടുക്കാഞ്ഞത്, അക്ബറിന് മാത്രം കൊടുക്കാഞ്ഞത് കാരണം അക്ബർ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു, ചുമ്മാ വഴക്കും ബഹളവുമായിരുന്നു. അപ്പോൾ പണിക്കാർക്ക് പണി ചെയ്യാൻ തന്നെ തടസ്സമായിരുന്നു. ജിഷിനും അതുപോലെ ആയിരുന്നെങ്കിലും ജിഷിന് അത്രയും ഇല്ലായിരുന്നു. അതുകൊണ്ട് ജിഷിന് ഒരു ഗോൾഡ് കോയിൻ കൊടുത്ത്, പക്ഷേ അക്ബറിന് ബ്ലാക്ക് കോയിനും നൂറ കൊടുത്തില്ല. പക്ഷേ നൂറ അക്ബറിനോട് വഴക്കിടിൻ്റെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു, ഞാൻ ഇയാൾ അക്ബറിനെ തൊഴിലിൽ നിന്നും പറഞ്ഞു വിടുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അക്ബർ തൊഴിലാളികളുടെ യൂണിയൻ നേതാവാണ്, അത് നൂറ മറന്നുപോയി. യൂണിയൻ നേതാവിനെ പിരിച്ചുവിടാൻ മുതലാളിക്കല്ലല്ലോ അവകാശം, തൊഴിലാളികൾ ചേർന്നെടുക്കുന്നതല്ലേ. അങ്ങനെ നൂറ പിരിച്ചു വിടുമെന്ന് പറഞ്ഞു, പക്ഷേ കോയിനും കൊടുത്തില്ല. അപ്പോൾ അക്ബർ നേരെ തിരിച്ച്, നാളെ തൊഴിലാളികളോട് പണിക്ക് ഇറങ്ങണ്ട, ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞാൽ കമ്പനി അടച്ചിടേണ്ടി വരും. അപ്പം നൂറായ്ക്ക് കിട്ടിയ പവർ എല്ലാം പോവും. അപ്പം ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.